ഹലോ ഫുഡീസ്, ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാവുന്ന ഈത്തപ്പഴം വെച്ചിട്ട് അടുപ്പ് പോലും കത്തിക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി പുഡിങ്ങാണിത്. അപ്പോൾ അതെങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ പഞ്ചസാര കരിഞ്ഞു പോകാതെ നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാരയെല്ലാം അലിഞ്ഞിട്ട് കാരമലായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമുക്കിഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച ഒരു ഫോയിൽ പേപ്പറിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ഈ നട്ട്സ് ഇതാ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫോയിൽ പേപ്പറിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടും. നമുക്കിത് നന്നായിട്ട് അടർത്തിയെടുത്ത ശേഷം ഫോയിൽ പേപ്പറിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിതിവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഈത്തപ്പഴമാണ് വേണ്ടത്. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണങ്ങിയതും എടുക്കാം. ഉണങ്ങിയ ഈത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ നല്ല ചൂടായ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത ശേഷം അതിൻ്റെ കുരുവും തൊലിയും എല്ലാം കളഞ്ഞിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. നമുക്കിത് ഈ പുഡിങ്ങിലോട്ട് ആവശ്യമായിട്ടുള്ള ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ഷീറ്റ് വിപ്പിംഗ് പൗഡറിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണുള്ളതെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ ഈ ക്രീം ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ഈ ഒരു പുഡിങ്ങിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ഈത്തപ്പഴത്തിൻ്റെ ആ മിക്സ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിങ് നന്നായിട്ട് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹാൻഡ് മിക്സർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ഈ ജലാറ്റിൻ മിക്സ് കൂടെ നമ്മുടെ പുഡിങ്ങിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. ഞാനിതൊരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ച ശേഷം പിറ്റേന്ന് രാവിലെയാണ് എടുത്തത്. ഇത് ശരിക്കും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കാരമലൈസ്ഡ് നട്ട്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടുപ്പ് പോലും കത്തിക്കാതെ വളരെ ഈസി ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.